എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പ്ലൈവുഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലൈവുഡിൻ്റെ വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന വിവിധ തരം ഗ്ലൂ, അതായത് പശകൾ ഏതൊക്കെ തരം ഉണ്ട്, എങ്ങനെയൊക്കെ കൂട്ടി ഒട്ടിക്കാം, എന്തൊക്കെയാണ് അതിൻ്റെ രീതികൾ, അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ കൂടെ ഞാൻ പരാമർശിക്കുന്നത്. ആദ്യമായിട്ട് ഫെവിക്കോളിൻ്റെ SH എന്ന് പറയുന്ന ഗ്രേഡിലുള്ള ഫെവിക്കോളിൻ്റെ ഒരു ഗം ഗ്ലൂ ആണ്. അതിനെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. അത് ഒരുപാട് കാലമായിട്ട് ഈ പിഡ്ലൈറ്റ് കമ്പനിയുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന ഒരു ഗ്ലൂ ആണ്. പണ്ട് മുതലേ വുഡ് വർക്കുകൾക്കും പ്ലൈവുഡിലുള്ള വർക്കുകൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഗ്ലൂ ആണ് ഫെവിക്കോളിൻ്റെ SH. അത് വാട്ടർ പ്രൂഫ് ഗ്ലൂ അല്ല. ആക്ച്വലി വെറ്റ് ഏരിയകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഗ്ലൂ അല്ല. അതിന് തന്നെ ഫെവിക്കോൾ കമ്പനിയുടെ തന്നെ പല തരത്തിൽ ഉന്നത നിലവാരത്തിലുള്ള മറൈൻ ഗ്രേഡും അതിൽ വാട്ടർ പ്രൂഫ് ഗ്രേഡും ഒക്കെ ആയിട്ടുള്ള ഗ്ലൂ വേറെയുണ്ട്. അപ്പോൾ ഈ ഗ്ലൂ നോർമലായിട്ടുള്ള ഡ്രൈ ഏരിയകളിലൊക്കെ ഉപയോഗിക്കാവുന്നത്, അതുപോലെ ഡ്രൈ ഏരിയ ആയിട്ടുള്ളിടത്തൊക്കെ മോയ്സ്ചറിൻ്റെ പ്രശ്നങ്ങളില്ലാത്ത സ്ഥലങ്ങളിൽ വുഡ് തമ്മിൽ കൂട്ടി ഒട്ടിക്കാനും അതുപോലെ പ്ലൈവുഡും ലാമിനേഷനും തമ്മിൽ കൂട്ടി ഒട്ടിക്കാനും ഒക്കെ ഉപയോഗിക്കാവുന്ന ഗ്ലൂ ആണ് ഫെവിക്കോളിൻ്റെ SH. ഇതുപോലെ പല കമ്പനികൾക്കും ഈക്വലൻ്റായിട്ട് ഇതേ ഗ്രേഡിൽ തന്നെയുള്ള പല പശകളും മാർക്കറ്റിൽ അവൈലബിളാണ്, ഇതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള. രണ്ടാമതായിട്ട് മറൈൻ ഗ്രേഡ്, അതായത് വാട്ടർ പ്രൂഫ് ഗ്രേഡായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഫെവിക്കോളിൻ്റെ മറൈൻ. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വാട്ടർ പ്രൂഫാണ്. ഈ ഫെവിക്കോൾ ആദ്യം പറഞ്ഞ SHനേക്കാളും കുറച്ചുകൂടെ വേഗത്തിൽ ബോണ്ടിങ് ആവും. അതുപോലെ നനവുള്ള സ്ഥലങ്ങളിലോ വെറ്റ് ഏരിയകളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, അതിന് വേണ്ടത് എന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് അതിന് വെയിറ്റ് സപ്പോർട്ടും കാര്യങ്ങളും പ്രസ് ചെയ്ത് വെച്ചിരിക്കണം. അതായത് പ്ലൈവുഡിൻ്റെ ഒരു വശത്തും ലാമിനേഷൻ്റെ ഒരു വശത്തും ഗമ്മ് അപ്ലൈ ചെയ്തതിന് ശേഷം തമ്മിൽ കൂട്ടി ഒട്ടിക്കുന്ന മെത്തേഡിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അത് രണ്ടും കൂട്ടി ഒട്ടിച്ച് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെയിറ്റ് വെച്ച് 12 മണിക്കൂറോ 24 മണിക്കൂറോ എത്ര കാലാവസ്ഥയ്ക്കും ടെമ്പറേച്ചറിനും അനുസരിച്ച് വെച്ചിരുന്ന് അതിനെ സെറ്റാക്കി എടുത്ത് കട്ട് ചെയ്ത് ഉപയോഗിക്കുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ നല്ല രീതിയിൽ വെയിറ്റ് സപ്പോർട്ട് വേണ്ട ഒരു ഗ്ലൂ ആണ് മറൈൻ ഗ്ലൂ. അതുപോലെ മൂന്നാമതായിട്ട് ഞാൻ പറയുന്നതാണ് ഫെവിക്കോളിന് തന്നെ ഹൈപ്പർ എന്ന് പറയുന്നത്. മറൈൻ ഗ്ലൂവിനേക്കാളും അതേപോലെ തന്നെ വാട്ടർ പ്രൂഫാണ്, അതിനേക്കാളും കൂടുതൽ ഈട് നിൽക്കുന്ന ഒരു ഗ്ലൂ ആണത്. നല്ല ബോണ്ടിങ് സ്ട്രെങ്ത് ഉണ്ട്. കൂടാതെ ഈ ഹൈപ്പറിനുള്ള പ്രത്യേകത ആൻറ്റി ബബിൾസ്, അതായത് ലാമിനേഷനും പ്ലൈവുഡും തമ്മിൽ കൂട്ടി ഒട്ടിക്കുമ്പോൾ ഏതെങ്കിലും ലാമിനേഷൻ്റെ പ്രോബ്ലം കൊണ്ടോ അല്ലെ പ്ലൈവുഡിൻ്റെ സർഫേസിൻ്റെ പ്രോബ്ലം കൊണ്ടോ അല്ലെ ഒട്ടിക്കുന്ന ലേബറിൻ്റെ ചെറിയ പോരായ്മകൾ കൊണ്ടൊക്കെ ഉണ്ടാകുന്ന ബബിൾസ് അങ്ങനെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ളതിനൊക്കെ ആൻറ്റി ബബിളായിട്ടുള്ള ഒരു ഗ്ലൂ ആണ് ഈ പറഞ്ഞ ഫെവിക്കോളിൻ്റെ ഹൈപ്പർ എന്ന് പറയുന്നത്. ഈ 3 ഗ്ലൂവിലും ഏറ്റവും നല്ലത്, നമുക്ക് ഉപയോഗിക്കാൻ ഏറ്റവും നിലവാരമുള്ള ഗ്ലൂ ഫെവിക്കോളിൻ്റെ ഹൈപ്പറാണ്. ഇത് ഈ പറഞ്ഞ എല്ലാ ഗ്ലൂവും ഫെവിക്കോൾ പോലെയുള്ള വേറെ കമ്പനികൾക്ക്, അതുപോലെ കാർപ്പൻറ്റർ, അതുപോലെ അറാൾഡേറ്റ്, ഫാൽക്കോഫിക്സ്, അങ്ങനെയുള്ള പല കമ്പനികൾക്കും ഇതേപോലെയുള്ള സിമിലർ ആയിട്ടുള്ള ഗ്രേഡിലുള്ള ഗ്ലൂകൾ ഉണ്ട്. അതുപോലെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് എല്ലാം പ്ലൈവുഡും ലാമിനേഷനും തമ്മിൽ കൂട്ടി ഒട്ടിക്കുന്ന ഗ്ലൂവിനെ കുറിച്ചായിരുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് PVC ലാമിനേഷൻ, അതുപോലെ അക്രലിക് ലാമിനേഷനും പ്ലൈവുഡും തമ്മിൽ കൂട്ടി ഒട്ടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഗ്ലൂവിനെ കുറിച്ചാണ്. സാധാരണ മുമ്പൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് റെക്സിൻ പോലെയുള്ള അല്ലെങ്കിൽ PVC എഡ്ജ് വെൻഡിങ് പോലെയുള്ള PVC ലാമിനേഷൻ പോലെയുള്ള സർഫേസും പ്ലൈവുഡുമായിട്ട് കൂട്ടി ഒട്ടിക്കാൻ ഉപയോഗിക്കുന്നത് SR ആയിരുന്നു. ഫെവിക്കോളിന് തന്നെ SR. അത് പോയി. അത് ക്ലൈമറ്റ് വേരിയേഷനൊക്കെ വരുമ്പോൾ, തണുപ്പിൽ നിന്ന് പെട്ടെന്ന് ചൂടിലേക്ക് മാറുമ്പോൾ, ചൂടിൽ നിന്ന് തണുപ്പിലേക്ക് മാറുമ്പോൾ
അതിൻ്റെ പ്ലൈവുഡിനുണ്ടാകുന്ന ചെറിയ എക്സ്പാൻഷനൊക്കെ ഇതിൻ്റെ ബോണ്ടിങ്ങിനെ ബാധിക്കും. അങ്ങനെ 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ ഒക്കെ പൊളിഞ്ഞു വരുന്ന കംപ്ലൈൻ്റ് ഉണ്ടാകുമായിരുന്നു. അപ്പോൾ അതിനൊക്കെ പകരമായിട്ട് ഫെവിക്കോൾ തന്നെ വേറൊരു ഗ്രേഡിലുള്ള ഗ്ലൂ ഇറക്കി. ഫെവിക്കോളിൻ്റെ ഹീറ്റ് എന്ന് പറയുന്നത് ടെമ്പറേച്ചറിലുള്ള വേരിയേഷൻ കൊണ്ടുണ്ടാകുന്ന കംപ്ലൈൻറ്റുകളൊക്കെ വരാതിരിക്കാനുള്ള സാധ്യതയുണ്ട് ആ ഗ്ലൂ. അപ്പോൾ കുറച്ചുകൂടെ സ്ട്രെങ്തിങ് കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ ആ 2 ഗ്ലൂ തമ്മിലുള്ള ബേസ് മെറ്റീരിയൽ ഇത് ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ഗ്ലൂ ആണ്. നമ്മൾ അത് അപ്ലൈ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്, അതായത് 2 സർഫേസിലും നമ്മൾ ഏതൊക്കെ സർഫേസിലും പ്ലൈവുഡിലും ലാമിനേഷനിലും നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഡ്രൈ ആയതിനു ശേഷം ഏകദേശം 10 മിനിറ്റോ 15 മിനിറ്റോ അത് ഡ്രൈ ആയതിനു ശേഷം രണ്ടിനെയും കൂട്ടി യോജിപ്പിച്ച് അത് കൃത്യമായിട്ട് വേറെ എയർ കുടുങ്ങാതെ ലെവൽ സെറ്റ് ചെയ്ത് വളരെ വിദഗ്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. പ്രൊഫഷണലായിട്ടുള്ള ആൾക്ക് മാത്രമേ അത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം ലാമിനേഷനൊക്കെ പൊട്ടാനോ ഏതെങ്കിലും അറിയാതെ ഏതെങ്കിലും ഭാഗം ഈ ഗ്ലൂ ഉള്ള സർഫേസുകൾ കൂട്ടി വെട്ടി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് പറിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ അലൈൻമെൻ്റ് ഒന്നും നമുക്ക് റീഅലൈൻ ചെയ്യാൻ പറ്റുന്നതല്ല. അത് വളരെ പ്രൊഫഷണലായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റുന്ന, എന്നാൽ ചെയ്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബോണ്ടിങ് കപ്പാസിറ്റിയുള്ള ഗ്ലൂ ആണ് ഹീറ്റെക്സ്. അങ്ങനെ നമുക്ക് ഈ സിന്തറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ PVC ബേസ്ഡ് ആയിട്ടുള്ള റെക്സിൻ പോലെയുള്ള വെൽക്രോ ക്ലോത്ത് പോലെയൊക്കെ ഉള്ളതൊക്കെ നമുക്ക് ഈ വുഡിൻ്റെ സർഫേസിൽ ഒട്ടിക്കണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഗ്ലൂ ആണ് ഹീറ്റെക്സ്. പക്ഷേ ഹീറ്റെക്സിനുള്ള ഒരു പോരായ്മ എന്ന് പറയുന്നത് ഓയിലായിട്ടുള്ള എന്തെങ്കിലും കണ്ടൻറ്റ്, തിന്നറോ ടർപ്പൻ്റ് ഓയിലോ കെറോസിനോ എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് പൊളിഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. എന്തെങ്കിലും അങ്ങനെ പൊളിച്ചെടുക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കെമിക്കൽ ഇതിന് ഉപയോഗിച്ചാൽ മതി എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം എന്തെങ്കിലും കുക്കിംഗ് ഓയിലോ വെറ്റ് ഏരിയ കിച്ചണിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഇങ്ങനെയുള്ള ഓയിലുകളൊക്കെ വീഴാൻ സാധ്യതയുള്ള സ്ഥലമാണെങ്കിൽ ഇത് അത്ര നല്ലതായിരിക്കില്ല. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വേറൊരു ബോണ്ടാണ് ഫെവിക്കോളിൻ്റെ തന്നെ പ്രോ ബോണ്ട് എന്ന് പറയുന്നത്. ഈ പ്രോ ബോണ്ട് അക്രലിക് ഷീറ്റിനും PVC ലാമിനേഷൻ ഷീറ്റുകളും അതുപോലെ എഡ്ജുകളിൽ പ്ലൈവുഡിൻ്റെ എഡ്ജുകളിൽ ഒക്കെ കൂട്ടി ഒട്ടിക്കാൻ ഉപയോഗിക്കാവുന്ന എഡ്ജ് ബെൻഡിങ് ടേപ്പുകളൊക്കെ ഒട്ടിക്കാൻ പറ്റുന്ന ഒരു ബോണ്ടാണ്. മാനുവലായിട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു ബോണ്ടാണ് പ്രോ ബോണ്ട്. ഇതിൻ്റെ ഒരു പോരായ്മ, അതായത് നമ്മൾ മുമ്പ് പറഞ്ഞ ഹീറ്റെക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ബോണ്ടിങ് ടൈം കൂടുതലാണ്. പക്ഷേ ഇത് സെറ്റായി കഴിഞ്ഞാൽ ഈ ഹീറ്റെക്സ് കൊണ്ട് നമുക്ക് അരമണിക്കൂറിനുള്ളിൽ ഒന്നിനെ ഒട്ടിച്ചെടുത്ത് ഫിനിഷ് ചെയ്യാൻ കഴിയും. ഈ പ്രോ ബോണ്ട് ഏകദേശം 12 മണിക്കൂർ 8 മണിക്കൂറൊക്കെ സമയം സെറ്റാവാനായിട്ടെടുക്കും. അപ്പം കൂടുതൽ സമയം വേണമെങ്കിലും ഇതിൻ്റെ സ്ട്രെങ്തിങ് കപ്പാസിറ്റി ശരിക്കും ഹീറ്റെക്സോ SRO പോലെയുള്ള ഗ്ലൂവിനേക്കാളും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉപയോഗിക്കേണ്ട സൈറ്റുകളിൽ, പെട്ടെന്ന് വർക്ക് ചെയ്യേണ്ട സൈറ്റുകളിൽ ആളുകൾ ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നില്ല. സാവധാനത്തിലാണെങ്കിലും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ സ്ട്രെങ്ത് നമ്മുടെ ഫർണിച്ചർ വർക്കുകൾക്കൊക്കെ ലഭിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. രണ്ടാമത് ഹീറ്റെക്സിനേക്കാളും കൂടുതൽ നമ്മുടെ 2 പ്രതലങ്ങൾ തമ്മിൽ കൂടുതൽ ചേർന്നിരിക്കാനും ഒട്ടിയിരിക്കാനൊക്കെ ഈ പ്രോ ബോണ്ടാണ് നല്ലത്. അപ്പം ആദ്യം പറഞ്ഞ 3 ഗ്ലൂ നോർമലായിട്ടുള്ള ലാമിനേഷനുകൾ മൈക്ക പോലെയുള്ളതൊക്കെ ഒട്ടിക്കാൻ പ്ലൈവുഡിൻ്റെ പ്രതലത്തിലോ MDFൻ്റെയോ HDFൻ്റെയോ പ്രതലങ്ങളിൽ ഒട്ടിക്കാൻ നമുക്ക് പറ്റുന്ന ഗ്ലൂ ആണ് അത് ആദ്യം പറഞ്ഞ 3 അതായത് SH, മറൈനും ഹൈപ്പറും. അതുപോലെ മൾട്ടിവുഡ്, അതുപോലെ PVC ഫോം ബോർഡ്, WPC പോലെയുള്ളത് കൂട്ടി ഒട്ടിക്കാൻ നമുക്ക് ഈ പ്രോ ബോണ്ട്, അക്രലിക് ഷീറ്റ് ഒട്ടിക്കാൻ, അതുപോലെ PVC ലാമിനേഷൻ ഫോം ബോർഡിലോ HDF ബോർഡിലോ MDF ബോർഡിലോ പ്ലൈവുഡ് ബോർഡിലോ ഫ്ലോ ബോർഡിലൊക്കെ ഒട്ടിക്കാൻ നമുക്ക് ഈ പ്രോ ബോണ്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതാണ് പ്രധാനപ്പെട്ട കൂടുതൽ വുഡ് വർക്കുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന
ഗ്ലൂകൾ. ഇത് കൂടാതെ പല ഗ്ലൂകളുണ്ട്. ഇൻഡസ്ട്രിയലായിട്ട് കൂടുതൽ മോഡുലാർ ഫാക്ടറികളിൽ ഉപയോഗിക്കുന്ന ബ്ലൂ ബോണ്ട്, ഗ്രിപ്പോ അങ്ങനെയുള്ള പല പേരിൽ അറിയപ്പെടുന്ന ഇതേ ഫെവിക്കോൾ കമ്പനിയുടെ തന്നെ വേറെ കുറഞ്ഞ ഗ്രേഡിലുള്ള ഗ്ലൂകളുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. ഇതൊക്കെയാണ് ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ള വുഡ് വർക്കിംഗ് രീതികളിൽ ഉപയോഗിക്കേണ്ട നല്ല നിലവാരമുള്ള ഗ്ലൂകൾ. ഇതുപോലെ ഈ ഫെവിക്കോൾ കമ്പനികളിലുള്ള അതുപോലെ തന്നെ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഗ്ലൂകൾ വേറെ കമ്പനികളിലും അവൈലബിളുമാണ്. അപ്പോൾ ഈ വീഡിയോ വാച്ച് ചെയ്തതിൽ സന്തോഷം. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു.